എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. വളച്ചുകെട്ടലുകളോ ആമുഖമോ ഇല്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സാധാരണ ഒരു വിഷയം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ആമുഖമൊക്കെ പറഞ്ഞ് പതുക്കെയായിരിക്കും വിഷയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ അതൊന്നും വേണ്ട. നമുക്ക് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓൾ ഐസ് ഓൺ റഫ ഈ ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തത് ഏകദേശം 5 കോടിയോളം ആൾക്കാരാണ്. പിന്നീട് മറ്റ് പ്ലാറ്റ്ഫോംസിലും അതായത് ഫേസ്ബുക്കിലും എക്സിലൊക്കെ ആയിട്ടും കോടാനുകോടിക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യുന്നു. എന്താണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ ചിത്രം വൈറലായത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് വൈറലാകുന്നത് എന്നുള്ള 3 ചോദ്യത്തിനാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഉത്തരം കണ്ടെത്തേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ചിത്രം, എന്താണ് ഓൾ ഐസ് ഓൺ റഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. ഈ ഒരു ചിത്രം എന്നുള്ളത് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു യഥാർത്ഥ ചിത്രമല്ല, നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു ചിത്രമല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ള ഒരു കൃത്രിമ ചിത്രമാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. അവർക്ക് വേണ്ടി സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ചിത്രമാണിത്. ചിത്രം കൃത്രിമമാണെങ്കിൽ കൂടിയിട്ട് അത് യഥാർത്ഥത്തിലുള്ള ഒരു അവിടുത്തെ സാഹചര്യത്തെ, അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് എങ്ങനെ ഇരിക്കും അത് തന്നെയാണ് കൃത്രിമമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞോട്ടെ. ഇനി ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ചെറിയ ചെറിയ ബോക്സ് കണക്കിന് ഒരുപാട് സാധനങ്ങൾ കാണാം. ഇത് മോളിൽ നിന്ന് കാണുമ്പോൾ ബോക്സ് പോലെ തോന്നുന്നതാണ്, പക്ഷേ എന്താണ് സംഭവം നോക്കുവാണെങ്കിൽ ടെൻറ്റുകളാണ്, അഭയാർത്ഥി ക്യാമ്പുകളാണ്. ഇനി അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള എന്താണ്? ഓൾ ഐസ് ഓൺ റഫ, എല്ലാ കണ്ണുകളും റഫയിലേക്ക്. എന്താണ് റഫ എന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ പല വീഡിയോസിലായിട്ട് ഗാസ മുനമ്പിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഗാസ മുനമ്പിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഈ ഗാസ മുനമ്പിനെ 5 ജില്ലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തെക്ക് ഭാഗത്തുള്ള ജില്ലയാണ് റഫ എന്നുള്ളത്. നിലവിൽ ഇസ്രായേൽ 7 മാസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 7 ആയിരുന്നു, അവർ 7 കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരുന്നു ആക്രമണം തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, പ്രത്യാക്രമണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞെന്താണ്, ഈ വടക്കൻ ഭാഗത്തുള്ളവരെല്ലാം തന്നെ തെക്കൻ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. അങ്ങനെ എല്ലാവരും ആക്രമണം ഇങ്ങനെ വടക്കിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു. അങ്ങനെ എല്ലാവരും ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഈ റഫയിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ഇനി നമ്മൾ ഗാസ മുനമ്പിലേക്ക് മൊത്തത്തിൽ വരികയാണെങ്കിൽ ഗാസ മുനമ്പിന്റെ വിസ്തൃതി എന്നുള്ളത് 365 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ ഒരു 365 സ്ക്വയർ കിലോമീറ്ററിലായിട്ട് താമസിക്കുന്ന, അതായത് യുദ്ധത്തിന് മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 23 ലക്ഷമാണ്. പല മീഡിയാസും ഈ ഒരു ഗാസ മുനമ്പിനെ വിളിച്ചിരുന്നത്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിളിച്ചിരുന്നത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഓപ്പൺ എയർ പ്രിസൺ എന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും തുറന്നിട്ട ജയിൽ എന്നുള്ളതാണ്. കാരണം ഈ ഗാസ മുനമ്പിന്റെ 4 ഭാഗവും ശക്തമായ മതിലുകളാൽ അല്ലെങ്കിൽ അതിർത്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെഡിറ്ററേനിയൻ കടലാണല്ലേ. പക്ഷെ അവർക്ക് 6 നോട്ടിക്കൽ മൈൽ മാത്രമേ ആ ഒരു കടലിൽ അവിടുന്ന് മാറി സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ മീൻ പിടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി അവർക്ക് സഞ്ചരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. മറ്റ് ഭൂരിഭാഗം സ്ഥലങ്ങളും ബോർഡർ അഥവാ അതിർത്തി പങ്കിടുന്നത് ഇസ്രയേലുമായിട്ടാണ്. അവിടെയുള്ളത് സാധാരണ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ചില പ്രദേശങ്ങളൊക്കെ മുള്ളുവേലികൾ പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഗേറ്റ് പോലെയാണല്ലേ. പക്ഷേ ഇവിടെയുള്ളത് പടകൂറ്റൻ ഭിത്തികളാണ്, ഒരുപാട് ഉയരത്തിലുള്ള വലിയ ഭിത്തികളാണ് ഈ ഒരു ബോർഡറിലുള്ളത്. ഇനി തെക്കേ അറ്റത്ത് ഈജിപ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായിട്ടും ഗസ മുനമ്പ് അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെ വരുന്നത് ഈ റഫ എന്ന് പറയുന്ന ജില്ലയാണ്. അപ്പോൾ നിലവിൽ ഈ റഫയിലാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ളത്. ഈ റഫ എന്ന ജില്ലയുടെ ആകപ്പാട വിസ്തൃതി എന്നുള്ളത് 64 സ്ക്വയർ കിലോമീറ്റർ ആണ്. യുദ്ധത്തിന് മുമ്പ് ഏകദേശം 1,50,000 പേര് അവിടെ താമസിച്ചിരുന്നു 2014 സെൻസസ് പ്രകാരം. പക്ഷേ യുദ്ധം വന്നപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? ആദ്യം ഇസ്രായേൽ വടക്ക് ഭാഗത്ത് ആക്രമണം തുടങ്ങിയാണ് ഇങ്ങോട്ട് വന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്ക് ഭാഗത്തുള്ളവരെല്ലാം തെക്ക് ഭാഗത്തേക്ക് പോവുക, തെക്ക് ഭാഗത്ത് ഞങ്ങൾ ആക്രമിക്കില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് അറ്റത്ത് വടക്കൻ മേഖലകൾ തൊട്ട് ഇങ്ങോട്ടുള്ള ഭൂരിഭാഗം ജനങ്ങളും, ജീവനോടെ ബാക്കിയുള്ള ഭൂരിഭാഗം ജനങ്ങളും റഫയിലെ ക്യാമ്പിലേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കണക്കെടുക്കാൻ പറ്റില്ല. അത്രത്തോളം വരുന്ന ആൾക്കാർ ചെറിയൊരു പ്രദേശത്ത്, അതായത് റഫയിലെ കംപ്ലീറ്റ് ആയിട്ട് അവർ താമസിക്കുകയല്ല, അഭയാർത്ഥി ക്യാമ്പുകളിൽ, ടെന്റുകളിൽ ഭക്ഷണവും വെള്ളവും വളരെ കുറവാണ്. അവിടെ അവർ കഷ്ടിച്ചാണ് ജീവിക്കുന്നത്. അവിടുത്തെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് അയ്യോൺ പലസ്റ്റൈൻ പോലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ പുല്ല് വേവിച്ച് കഴിക്കുന്ന വീഡിയോസ് അവിടെ നിന്ന് വരുന്ന അവൈലബിൾ ആണ്. അവരവരുടെ കുതിരകളെ കൊന്ന് തിന്നേണ്ടി വരുന്നു. കുട്ടികൾ പട്ടിണി കിടക്കുകയാണ്. ഒരു പാത്രവുമായിട്ട് കുറച്ച് സൂപ്പ് പോലുള്ള എന്തൊക്കെയോ കലക്കിയ വെള്ളത്തിന് വേണ്ടി വരിയായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് സത്യം തന്നെയാണ്. അവിടെയുള്ളവർ പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ട്, യുദ്ധത്തിൽ മരിക്കുന്നവരുണ്ട്. എന്തായാലും റഫയുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. അവിടുത്തെ ക്യാമ്പുകളാണെങ്കിലും ക്യാമ്പുകളിൽ സുരക്ഷിതമെന്നെങ്കിലും അവർ കരുതിയിരുന്നു. ഇസ്രായേലിൻ്റെ മിസൈലുകൾ അവിടെ പതിക്കില്ല എന്ന് അവർ കരുതിയിരുന്നു. ബുദ്ധിമുട്ടുള്ളത് വെള്ളത്തിനും ഭക്ഷണത്തിനും മറ്റ് മരുന്നുകൾക്കും കാര്യങ്ങൾക്കൊക്കെയാണ്, ഇലക്ട്രിസിറ്റിക്കും ഒക്കെ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളൊരു സാധനം വന്നത് എന്ന് ഇവിടെയാണ് നമ്മൾ പറയുന്നത്. അതായത് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സിവിലിയൻസിനെ ഒന്നും കൊല്ലില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രസ്താവന.
പക്ഷേ റഫേൽ, അതായത് തെക്കേ അറ്റത്തുള്ള ഇത്രയും ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം, അതായത് 5 ജില്ലകളിലുള്ള ബാക്കിയുള്ള 4 ജില്ലകളും വലിയ രീതിയിൽ ആക്രമണം നടത്തി. അപ്പോൾ അവിടെയുള്ള ആക്രമണത്തെ പറ്റിയിട്ട് ഇങ്ങനെ ക്യാമ്പയിനൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ എല്ലാവരും റഫേലിലേക്ക് വന്നു. റഫേൽ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടാവുകയാണ്. ആ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 45 ജീവനുകൾ പൊലിയുകയാണ്. അതിൻ്റെ അകത്ത് കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. ഒന്നും പറയാത്തത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്ത നിഷ്കളങ്കത മാത്രം ബാക്കിയുള്ള കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു ചിന്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നത്. കാരണം അവർക്ക് എന്താണെന്ന് കൂടെ അറിയില്ല. അവർ കളിച്ചു നടക്കുന്ന പ്രായം, നിഷ്കളങ്കത മാത്രം ഉള്ള ബാല്യം. അതിൽ ഇപ്പോൾ ഫൗദ് മറൂഫ് എന്ന് പറയുന്ന ഒരു ദൃസാക്ഷി മീഡിയാസിന് കൊടുത്ത ഇൻ്റർവ്യൂവിലൊക്കെ കറക്റ്റ് കാര്യം പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഒച്ച കേട്ടിട്ടാണ് നോക്കുന്നത്. മിസൈൽ പതിക്കുന്ന വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചില പർട്ടിക്കുലർ അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ഐ-ON പലസ്റ്റൈൻ, 2 നമ്മുടെ മൊട്ടാസ് അസൈസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നു. വേൾഡ് വൈഡ് റെക്കോഗ്നിഷൻ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ മറ്റ് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മറ്റ് ഒരുപാട് മാധ്യമ പ്രവർത്തകർ, ഇവരുടെയൊക്കെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വരുന്ന വീഡിയോസൊക്കെ എല്ലാം പച്ചയായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സ് പെടഞ്ഞു പോകും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫൗദ് മറൂഫൊക്കെ പറയുന്ന പ്രകാരം തന്നെ അവിടെ ഈ ഒരു മിസൈൽ പതിക്കുകയാണ്. പെട്ടെന്ന് പൊട്ടുന്നതിനെയാണ് പതിക്കുന്നത്. നമുക്ക് കണ്ണ് ചിമ്മുന്ന വേഗത്തിലാണെന്ന് പതിക്കുന്നതല്ലേ. അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ശബ്ദവും പുകയും ഉയരുന്നതായിട്ടാണല്ലോ ദൂരെ നിന്നൊരു വ്യക്തി കാണുക. അദ്ദേഹം ഓടിച്ചെല്ലുകയാണ്. അവിടെ കുട്ടികളുടെ ശരീരം, ആ കുട്ടികളെന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ ആക്രമണം നേരിട്ട് കാലും കൈയൊക്കെ പൊട്ടി അല്ലെങ്കിൽ കാലൊക്കെ അറ്റുപോയി അങ്ങനെയൊക്കെ അവിടെ ചികിത്സയിൽ കഴിയുന്ന, അവിടെ മേലാതെ കിടക്കുന്ന കുട്ടികൾ കഷ്ണങ്ങളായി പോവുകയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ഇത് സത്യമാണ്. അല്ലാതെ ഇത് കള്ളമാണെന്നൊന്നും ആരും വാദിക്കേണ്ട. അതിൻ്റെ വീഡിയോ ഫുട്ടേജ് അടക്കം കണ്ടവരല്ലേ നമ്മൾ. ആ കുട്ടിയുടെ മുഖമൊന്നും ഇല്ല, കഴുത്തിൻ്റെ മുകളിൽ ആകെ ഇങ്ങനെ ഇരിക്കുന്നു. കള്ളമല്ല, ഇത് സത്യമാണ്. സത്യമെന്ന് പറഞ്ഞാൽ പച്ചയായിട്ടുള്ള സത്യമാണ്. അവിടുത്തെ കുട്ടികളൊക്കെ മരിച്ചു വീഴുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പെടഞ്ഞു പോകും. അപ്പോൾ അവിടെ റഫേൽ ഈ ഒരു ആക്രമണത്തിൽ 45 പേര്, അതിൻ്റെ അകത്ത് കുട്ടികളുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള എണ്ണം സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മരണത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പലപ്പോഴും പറയുന്നതല്ലേ. ഈ ഒരു ആക്രമണത്തിൽ, ഈ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയിട്ടുള്ള 45 പേരുടെ മരണത്തോടൊപ്പം തന്നെ ഏകദേശം 250ഓളം പേര് വളരെ ഗുരുതരമായിട്ടും നിസാരമായിട്ടും സാരമായിട്ടും ഒക്കെ പരിക്കേൽക്കുകയാണ്. കാലും കൈയും നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്, മുഖം അപ്പാടെ കരിഞ്ഞു പോയിട്ടുള്ളവരുണ്ട്. അവരെയൊന്നും മരണപ്പെട്ടവരുടെ കണക്കിൽ കൂട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടവരുടെ കണക്കുകൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അവരുടെ അവസ്ഥ, മുഖം മൊത്തം കരിഞ്ഞ്, ശരീരമൊക്കെ കരിഞ്ഞ്, ജീവൻ മാത്രം നിലനിൽപ്പുണ്ട്. അങ്ങനെയും ഒരുപാട് പേരുണ്ട് എന്നോർക്കുക. ഇതാണ് റഫേൽ നടന്നിട്ടുള്ള സംഭവം. അതായത് വടക്കേ അറ്റത്ത് നിന്ന് ഉള്ളവരൊക്കെ ഇങ്ങോട്ടോടി ഈ ഒരു തെക്കേ അറ്റത്ത് റഫേൽ സുരക്ഷിതമാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവനെങ്കിലും ബാക്കിയുണ്ടല്ലോ, ഭക്ഷണമോ വെള്ളമൊന്നും കിട്ടൂല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ പുല്ല് വേവിച്ച് കഴിക്കുന്ന വീഡിയോസ് കണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോട്ടെ എന്നൊക്കെ വിചാരിച്ച് തള്ളി നീക്കുമ്പോഴേക്കും ഈ ഒരു ടെൻറ്റുകളിലേക്ക്, ആ മേലാതെ കിടക്കുന്ന, ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കിടക്കുന്ന കുട്ടികളുടെ ടെൻറ്റിലേക്ക് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഈ ജനങ്ങൾ മരിക്കുകയും ഒരുപാട് പേർക്ക് വലിയ ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്യുകയാണ്. ഇതിനെ പറ്റിയിട്ട് നെതന്യാഹു, അതായത് ഇസ്രായേലി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എ ട്രാജിക് മിസ്റ്റേക്ക് എന്നാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരു അബദ്ധം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇസ്രായേൽ എപ്പോഴും പറയുന്നൊരു വാദമാണ്, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഹമാസിനെയാണ്, ഒരു സിവിലിയൻസിനെ പോലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഇനി ഈ ഒരു എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഇസ്രായേലിലേക്ക് നമുക്ക് വരാം. ഈ ഒരു സംഭവം നടന്നല്ലോ, വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല ഇസ്രായേലി ടാങ്കുകൾ ഈ റഫേലിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേലി ടാങ്കുകളും ഒക്കെ അവിടെ ഫുള്ള് അവർ നഗരമേ ഇല്ലാതാക്കി കളഞ്ഞു. റഫ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിചാരിക്കുമ്പോൾ പോലും വ്യോമാക്രമണമുണ്ട്. അത് തന്നെ ഇസ്രായേൽ അവിടെ ടാങ്കുകളൊക്കെ ആയിട്ട് അവിടെ നടക്കുകയാണ്. ഫുള്ള് ഇസ്രായേലി സോൾജിയേഴ്സും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സംശയം ഇനിയും അവിടെ ആക്രമണം നടത്തുമോ എന്നൊക്കെ ഉള്ളതാണ്. നിലവിൽ നടത്തിയിട്ടുള്ള ആക്രമണം കാരണവും ഇസ്രായേൽ ബാക്കിയുള്ള അനേകം ലക്ഷക്കണക്കിന് ആൾക്കാർ റഫയിലുണ്ട്, കുട്ടികളടക്കം അഭയാർത്ഥി ക്യാമ്പുകളിൽ. അവർക്കെതിരെ വീണ്ടും ആക്രമണം നടത്തുമോ എന്നൊക്കെയുള്ള ഭയവും എല്ലാ ജനങ്ങളിലും ഉണ്ട്, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും. കാരണം മനുഷ്യർ, നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ആരും കൊല്ലപ്പെടാൻ പാടില്ല യുദ്ധത്തിൽ. അതാണ് അതിൻ്റെ സത്യം. ഒരിക്കലും ജനങ്ങൾ കൊല്ലപ്പെടുന്ന നമുക്ക് ഒരിക്കലും എവിടുത്തെ ആണെങ്കിലും, ഇസ്രായേലിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ജനങ്ങൾ കൊല്ലപ്പെടുന്ന നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അല്ലേ? തീവ്രവാദികളും ഒക്കെ കൊല്ലപ്പെട്ടോട്ടെ, അതിനും യാതൊരുവിധ പ്രശ്നവും ഇല്ല. രാജ്യദ്രോഹികൾ കൊല്ലപ്പെട്ടോട്ടെ, അതിനും പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? സിവിലിയൻസ് എന്ത് ചെയ്തു? എന്തായാലും ഈ ഒരു സംഭവത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും ഒരു ആക്രമണം നടക്കാൻ പാടില്ല. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഈ ഒരു ആധുനിക യുഗത്തിൽ നടക്കുന്ന ഒരു മനുഷ്യക്കുരുതിയായി മാറിയേക്കാം എന്നൊക്കെയുള്ള ഭയമൊക്കെ കാരണമാണ് ഈ ഒരു ക്യാമ്പയിൻ നിലവിൽ വന്നത്. ഓൾ ഐസ് ഓൺ റഫ, എല്ലാ കണ്ണുകളും റഫയിലേക്ക്, ലോകമെമ്പാടുമുള്ള എല്ലാ ആൾക്കാരുടെയും കണ്ണുകൾ റഫയിലേക്ക് ആയിരിക്കണം. കാരണം
അവിടെ കാലും അറ്റും പോയ കുട്ടികളടക്കം ചികിത്സയിൽ കഴിയുമ്പോൾ അവിടെ വീണ്ടും ഒരു ആക്രമണം നടത്തി അവരെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ, ഞാൻ നേരത്തെ ഗസയിൽ നിന്നുള്ള പച്ചയായിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കുട്ടികളുടെ വീഡിയോസ് ഒക്കെ. അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും. നമുക്ക് ഒരിക്കലും യൂട്യൂബ് വീഡിയോയിൽ അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തന്ന് യൂട്യൂബ് വീഡിയോ റിമൂവ് ചെയ്ത് ചാനലിൽ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് വിട്ടു തരും. അതൊരിക്കലും കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല അത്രയും വയലൻസ് ഉള്ള ഡയറക്റ്റ് വീഡിയോസ് ഒക്കെ. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ മറ്റൊരു വശം കൂടി സംസാരിക്കേണ്ടേ. ഒരു വശം മാത്രം പറഞ്ഞു നിർത്തുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളതല്ലോ അല്ലേ. ഇസ്രായേൽ എന്താണ് പറയുന്നത്, ഇസ്രായേൽ അനുകൂലികൾ എന്താണ് പറയുന്നത്, ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേലിന്റെ വാദങ്ങളിലെ തെറ്റെന്താണ് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു മഹായുദ്ധത്തിന് ആരംഭം എവിടുന്നായിരുന്നു നോക്കുവാണെങ്കിൽ 2023 ഒക്ടോബർ 7 നമുക്ക് പോകേണ്ടി വരും. അന്ന് ഇസ്രായേൽ ജനത സാബത്ത് ദിവസത്തിൽ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ദിവസമായിരുന്നു. ഒരു ഹോളിഡേ ആയിരുന്നു, ലീവൊക്കെ ആയിരുന്നു, ആർക്കും ഓഫീസിലൊന്നും പോകണ്ട. അവർ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു ദിവസം ഹമാസ് എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഈ ഇസ്രായേലിലേക്ക് വലിയൊരു ആക്രമണം നടത്തുകയാണ്. 4 മാർഗത്തിലായിരുന്നു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് കരമാർഗമാണ്. ഡയറക്റ്റ് തോക്കുകളുമായിട്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് കൺസേർട്ട്, ഒരു സംഗീത പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാർക്ക് നേരെ ഈ ഒരു തോക്കിൽ നിന്നും നിറയൊഴിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിലൊക്കെ ആൾക്കാർ അവിടെ ടോയ്ലറ്റിലൊക്കെ ഓടിക്കയറിയിട്ടുണ്ടായിരുന്നു, അവരെ പോലും വെടിവെച്ചിടുകയാണ്. ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഹമാസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയെ നഗ്നയാക്കിയിട്ട് റേപ്പ് ചെയ്തു പോകുന്ന ഒരു വീഡിയോസ്. ഇതൊക്കെ പുറത്തുവിട്ടത് ഹമാസ് തന്നെയാണ്. ആ ഒരു മ്യൂസിക് കൺസേർട്ടിലേക്ക് ഫയർ ചെയ്യുന്നതും ഈ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന വീഡിയോസൊക്കെ പുറത്തുവിടുകയാണ്. രണ്ടാമത്തെ മാർഗം കടൽ മാർഗമായിരുന്നു. നമുക്കറിയാം ആ ഒരു ഇസ്രായേലിലേക്ക് കടൽ മാർഗം സഞ്ചരിച്ച് വളരെ സുഗമമായിട്ട് എത്താൻ സാധിക്കും. മൂന്നാമത്തത് പാരാഗ്ലൈഡിംഗ് ആയിരുന്നു. അത് വലിയൊരു ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പാരാഗ്ലൈഡിങ് ചെയ്തുകൊണ്ട് ആ ഒരു മെഷീൻ, ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് പാരാഗ്ലൈഡിംഗ് എന്ന് നിങ്ങൾക്കറിയാം, അങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നാലാമത്തത് മിസൈൽ അറ്റാക്കുകളായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ആളില്ല മിസൈലുകൾ അങ്ങോട്ട് വിട്ടിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. ഈ 4 മാർഗത്തിലൂടെയായിരുന്നു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആക്രമണത്തിൽ ഏകദേശം 1200ഓളം വരുന്ന ഇസ്രായേലി ജനത കൊല്ലപ്പെട്ടു. അതിലും കുട്ടികളുണ്ട്. അതായത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലക്റ്റീവായിട്ടുള്ള പ്രതികരണവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇവിടെ ഹമാസ് ആക്രമണം നടത്തിയപ്പോഴേക്കും ഇവിടെയുള്ള മലയാളികളടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹമാസ് പോരാളികൾ ഇസ്രായേൽ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്ത് ഹമാസിന്റെ ആക്രമണം കണ്ടോ, എൻ്റെ പൊന്നുമക്കളെ വേറെ ലെവൽ, ഹമാസ് പൊളിയാണ്, ഹമാസ് പോരാളികൾക്ക് ഐക്യദാർഢ്യം എന്നൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതാ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ റഫയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അവിടെയും കൊല്ലപ്പെട്ടത് മനുഷ്യരല്ലേ, അവിടെയും കൊല്ലപ്പെട്ടത് സ്ത്രീകളല്ലേ, അവിടെയും കൊല്ലപ്പെട്ടത് പിഞ്ച് ബാല്യങ്ങളല്ലേ. അപ്പോൾ അവിടെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തവർക്ക് ഇവിടെ റഫയെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത്? അത് സെലക്റ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ്. നിങ്ങളുടെ മോട്ടീവ് എന്ന് പറയുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളതല്ല. നിങ്ങളെയൊക്കെ പോലുള്ള വ്യക്തികളെ ക്യാൻസൽ ചെയ്ത് തന്നെ കളയണം. അവരെ എതിർക്കുക തന്നെ വേണം അങ്ങനത്തെ വ്യക്തികളെ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, എൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ദുരന്തം അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെ കൂടെയാണ്. ഈ ഒരു രാജ്യത്തെയും മരണപ്പെട്ട് വീഴുന്ന അവരുടെ കൂടെയാണ് ഞാനെന്നുള്ളത്. എന്തായാലും അത് ഓർത്തുകൊള്ളുക. അപ്പോൾ ഇസ്രായേലിന് ഇത് വളരെ വലിയൊരു മുറിവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് 2021 ഹമാസ് മറ്റൊരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളുടെ മലയാളി നേഴ്സ് ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ആക്രമണത്തിൽ. പക്ഷേ അന്ന് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ പോലും ഇസ്രായേൽ പരസ്യമായിട്ട് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ലായിരുന്നു. അവരെ വലുതായിട്ട് മുറിവേൽപ്പിച്ചു എങ്കിൽ കൂടിയിട്ട് ഇസ്രായേൽ വെറുതെ വിട്ടുകളയുകയായിരുന്നു. പക്ഷേ ഈ ഒരു ആക്രമണം അവർക്ക് വലിയൊരു മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ 50 വർഷത്തിന് ശേഷം 1973 അവസാനമായിട്ട് ഗാസയ്ക്കെതിരെ അഥവാ ഹമാസിനോ മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പിനോ ഒക്കെ എതിരെ ഇസ്രായേൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. 50 വർഷത്തിന് ശേഷം യുദ്ധപ്രഖ്യാപനം നടത്തി കൃത്യമായിട്ട് പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വാർണിംഗ് വരാൻ തുടങ്ങി. നോർത്തിലുള്ളവരെല്ലാം, വടക്ക് ഭാഗത്തുള്ളവരെല്ലാം സൗത്തിലേക്ക് പോവുക. വടക്ക് ഭാഗം വളരെ അതിദാരുണമായിട്ട് ആക്രമിച്ചു തുടങ്ങിയാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട ഒരാളാണ് ഞാൻ. നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. കുട്ടികളൊക്കെ മരണപ്പെട്ട് വീഴുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാധിക്കും. ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി, അതിൽ തെറ്റൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അവിടെ മരണപ്പെട്ട് വീണത് ആരാണ്? സിവിലിയൻസ് ആണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരണപ്പെട്ട് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യർ പ്രത്യേകിച്ച് കുട്ടികൾ മരണപ്പെട്ട് വീണ് കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊന്നല്ല. ഇസ്രായേലിന്റെ യുദ്ധം ഹമാസുമായിട്ടായിരിക്കണം. ഹമാസ് എന്ന് പറയുന്ന ഇസ്രായേൽ തീവ്രവാദികളായിട്ട് കാണുന്ന ഹമാസ് ഗ്രൂപ്പിനെ അവർ തീർത്തോട്ടെ. ഇസ്രായേലും പറയുന്നത് അത് തന്നെയാണ്, ഹമാസിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ഹമാസിനെ തീർക്കാനാണ് യുദ്ധം എന്നുള്ളതല്ലേ. പക്ഷെ അതിൻ്റെ അകത്ത് മറ്റൊരു ജനങ്ങൾ മരിച്ചു വീഴുന്നതും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വശം എന്നുള്ളത്. എന്തായാലും ഇസ്രായേൽ യുദ്ധം പ്രത്യാക്രമണം കടുപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യാക്രമണം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിക്കുക, പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും തിരിച്ചാക്രമിക്കും. നമ്മൾ ആക്രമിക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും ഇത് എന്ത് ഗവൺമെൻറ്റാണെന്നുള്ളതല്ലേ.
അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ഇനി രണ്ടാമത്തെ മറ്റൊരു ഘടകം പറയട്ടെ. ഈ യുദ്ധം ഇത്രയും 7 മാസമായിട്ട് നീണ്ടു നിൽക്കുകയാണല്ലേ. ഇവിടെ ഹമാസിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹമാസ് അവിടുത്തെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തതിന് തുല്യമാണ്. അതായത് നമ്മൾ കണ്ടതാണ്, ഹമാസ് ലീഡേഴ്സൊക്കെ അങ്ങ് ഖത്തറിലൊക്കെ പോയിരിക്കുകയാണ്. അവിടെ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ. ഹമാസ്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹമാസ് ഈ ഒരു ജനതയെ കുരുതി കൊടുത്തിട്ട് പോയതാണെന്നുള്ളത്. അവർക്ക് ഇസ്രായേലിൻ്റെ ഇവരെക്കാളും എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള മിലിറ്ററി സംവിധാനമാണ് ഇസ്രായേലിനുള്ളത്. ഇതൊക്കെ പച്ചയായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. പെട്ടെന്നൊരു ദിവസം ഈ 2000-ഓളം വരുന്ന റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു ആക്രമണം അങ്ങോട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവർക്കറിയാം തിരിച്ചടിക്കുമെന്ന്. അവർക്കും വേണ്ടത് ഒരു പക്ഷേ ഇതായിരിക്കും. ലോകം ചർച്ച ചെയ്യണം. എന്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ആക്രമണം നീണ്ടുപോവുകയാണ്. ഒന്നാമത്തെ ഇസ്രായേലിൻ്റെ അവകാശവാദം പ്രത്യാക്രമണം ആണെന്നുള്ളതാണ്. രണ്ടാമത്തത് അവർ പറയുന്നത് ഹമാസിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അന്നത്തെ ആ ഒരു ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് ഏകദേശം 250ഓളം വരുന്ന ഇസ്രായേലി ജനതയെ ഹമാസ് തട്ടിക്കൊണ്ടുപോയിട്ട് ഹോസ്റ്റേജസ് അഥവാ തടവുകാരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തടങ്കലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 30 പേരോളം കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 100ഓളം വരുന്ന തടവുകാരെ ആ ഒരു സീസ്ഫയർ സമയത്ത്, ഒറ്റത്തവണ സീസ്ഫയർ നടന്നിട്ടുള്ളൂ. അത് പ്രധാനമായിട്ടും ആ ഒരു മാർച്ച് മാസത്തിലെ ആ ഒരു റമദാൻ സീസ്ഫയർ ആയിരുന്നു. ആ ഒരു സമയത്തൊക്കെ ആയിട്ട് പല ഘട്ടങ്ങളിലായിട്ട് 100ഓളം ഹോസ്റ്റേജിനെ കൊടുത്തു. ഇനി ബാക്കി 120ഓളം വരുന്ന ഹോസ്റ്റേജസ് ഈ ഹമാസിൻ്റെ കയ്യിലുണ്ട്. 120ഓളം വരുന്ന ഇസ്രായേലി ജനത ഹമാസിൻ്റെ തടങ്കലിലാണ് നിലവിൽ. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തേക്കൊന്ന് വരേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു വികാരത്തെ പറ്റിയിട്ട് എല്ലാവരെയും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വികാരം എന്തായിരിക്കുമെന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇമാജിൻ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള സംഭവമുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ, നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാരെ മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു തീവ്രവാദ സംഘടന തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാം ആവശ്യം എന്തായിരിക്കും? അവരെ വിട്ടുകിട്ടണം. ഗവൺമെൻറ് എങ്ങനെയെങ്കിലും ഇടപെട്ട് അവരുടെ ജീവൻ രക്ഷിക്കണം എന്നായിരിക്കില്ലേ? അല്ലെങ്കിൽ അവരെ വിട്ട് നമുക്കെന്താ എന്ന് നമ്മൾ ഒരിക്കലും പറയൂ ഇല്ല. ഗവൺമെൻറ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ തീർക്കും. ഗവൺമെൻറ്റിനെ നമ്മൾ കല്ലെറിയും, കൂവും, എല്ലാം ചെയ്യും. നമ്മളുടെ പൗരന്മാരെ ജീവനോടെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം എന്നുള്ളതായിരിക്കും നമ്മളുടെ ആവശ്യം, അല്ലേ? ഒരു സംഭവം പറയാം, മറ്റൊന്നുമല്ല, കാണ്ഡഹാർ വിമാനറാഞ്ചൽ, അതിനെ പറ്റിയിട്ട് ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിലുണ്ട്, ശ്രീ മോഹൻലാലിൻ്റെ. സിനിമ കാണിക്കുന്നത് ടോട്ടൽ കള്ളമാണ് കേട്ടോ, അത് വേറൊരു കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തെ പൊതുവികാരത്തെ പറ്റിയിട്ടാണ്, അല്ലേ? ഇത് തന്നെയാണ് ഇസ്രായേലും നിലവിലുള്ളത്. ഈ ഒരു 120 ഹോസ്റ്റേജസിനെ മടക്കി കൊണ്ടുവരണം. ഇത്രയും ആക്രമണം നടത്തിയിട്ട്, അതായത് ആ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് നെതന്യാഹു അവരുടെ വാർ ഹീറോ ആയിരിക്കും, അല്ലേ? അവരെ പെട്ടെന്നൊരു ദിവസം വന്ന് ആക്രമിച്ചു, ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയുള്ള രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണം. പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു, ഇന്ത്യ രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് കണക്കായിപ്പോയി. നല്ല കാര്യം, അത് ആക്രമിക്കണം എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. നമ്മുടെ രാജ്യത്തെ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ. മാത്രമല്ല, മറ്റൊരു സംഭവം പറയട്ടെ, ഇത്ര ആക്രമണങ്ങൾ നടത്തി വ്യാപകമായിട്ട് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തി, ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്തു, ഒരുപാട് കൊലപാതകം നടത്തി. എന്നിട്ടും അവിടെയുള്ള ജനങ്ങൾ ഈ നെതന്യാഹു ഭരണത്തിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ ക്രൂരകൃത്യങ്ങൾ നടത്തിയതുകൊണ്ടാണോ? അല്ല, ഈ 120 ഹോസ്റ്റേജസിനെ ബാക്കിയുണ്ട്, അവരെ തിരിച്ചെത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റേജസ് അഥവാ ഈ ഒരു തടങ്കലിൽ കൊണ്ടുപോയിട്ടുള്ളവരെ, തടവിലാക്കപ്പെട്ടിട്ടുള്ളവരെ മോചിപ്പിക്കുക എന്നും പറഞ്ഞിട്ട് ഇസ്രായേലിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് വെറുതെ ഇരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇവിടെ ഹമാസിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ യുദ്ധമുഖത്ത് തങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരൊന്നും ചെയ്യുന്നുമില്ല. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം അവർ വെറുതെ ഖത്തറിലും അവിടെ ഇവിടെ കടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഈ ഒരു അനുഭവിക്കുന്നതാകട്ടെ പാവപ്പെട്ട ഈ ഗസയിലെ ജനങ്ങളുമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യവുമാണ്. എന്തായാലും ഹമാസിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയെങ്കിലും ആ ഒരു തടങ്കിൽ പാർപ്പിച്ചിട്ടുള്ള ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കുക. കാലം കൈയും പിടിച്ച് അവരുടെ ജനങ്ങളുടെ ജീവൻ അവർ വില കൊടുക്കുന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള രക്ഷയുള്ളൂ. അതാണ് ലോകത്തെ ഏത് യുദ്ധത്തിന്റെ നിയമം എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ട് രാജ്യങ്ങൾ എന്തിനാണോ വേണ്ടി ഏറ്റുമുട്ടുന്നത്, അത് യുദ്ധത്തിൽ മേൽക്കൈയുള്ള രാജ്യം, അത് ചിലപ്പോൾ ആർംഡ് ഫോഴ്സിന്റെ ശക്തി കൊണ്ടാകാം, അല്ലെങ്കിൽ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടാകും. എന്തായാലും നിലവിൽ മറ്റൊരു രാജ്യത്തിന് ഒരു രക്ഷയുമില്ലെങ്കിൽ കീഴ്പ്പെടുക, യുദ്ധത്തിൽ തോറ്റു, അതെങ്ങനെയെങ്കിലും നിർത്തുക, മറ്റു രാജ്യം വയ്ക്കുന്ന കണ്ടീഷൻസ് എല്ലാം പാലിച്ച് ജനങ്ങളുടെ ജീവന് വിലയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥാനത്ത് ഹമാസ് ഇന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് വരുന്നത്, ഇസ്രായേൽ വെടിനിർത്തുവാണെങ്കിൽ ഞങ്ങൾ ബാക്കി ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കാമെന്ന് ഇപ്പോഴാണ് പറയുന്നത്. ഇത്ര ആക്രമണം നടന്നിട്ടും ഇതിന് യാതൊരുവിധ ഉദ്ദേശമില്ലായിരുന്നു. ഇനി ഹോസ്റ്റേജസിന്റെ കാര്യം പോട്ടെ, ഹമാസ് ഇപ്പോഴും പറയുന്നത് അവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഓർക്കും ഓക്കെ, ബാക്കി ഇനി ഇതൊക്കെ നിർത്തിയിട്ട് ശാന്തവും സുന്ദരമായിട്ട് മുമ്പോട്ട് പോകാം, ഇതൊരു പ്രശ്നമില്ല, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഹമാസിൻ്റെ ലക്ഷ്യമെന്ന്, അൾട്ടിമേറ്റ് ലക്ഷ്യം അവർ പറഞ്ഞിട്ടുള്ളതാണ്, ഇസ്രായേലിനെ
ഇല്ലാതാക്കുക. ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്? ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇത് ഒരു കോംപ്രമൈസിലെത്താതെ ബാക്കി സ്വസ്ഥതയുണ്ടാകത്തില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ യുദ്ധം നിർത്താനായിട്ട് ഹമാസ് അവർ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഇസ്രായേലി ജനതയെ വിട്ടുകൊടുത്തേ മതിയാകത്തുള്ളൂ. അല്ലാതെ ഇസ്രായേൽ ഒരു തരത്തിലും നിർത്തുന്നില്ല. ഇത് എന്ത് രാജ്യമാണിത്? ഇവിടെ യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഒക്കെ ഇടപെട്ട് പല പ്രമേയങ്ങൾ പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അമേരിക്കയുടെ ഇടപെടൽ ഏത് പ്രമേയം, അതായത് ഈ സെക്യൂരിറ്റി കൗൺസിൽ ഒരു അംഗമാണല്ലോ അമേരിക്ക, ഏത് പ്രമേയം പാസ്സാക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അമേരിക്ക അതിനെതിരായിട്ട് വോട്ട് ചെയ്യുകയാണ്. ഇവിടെ ആകപ്പാടെ ഒരു പ്രമേയം മാത്രമായിരുന്നു പാസ്സാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു റമദാൻ സീസ്ഫയർ ആയിരുന്നു മാർച്ച് മാസത്തിൽ. ആ റമദാൻ സമയത്ത് വെടിനിർത്തണം എന്ന് കാണിച്ചുകൊണ്ടൊരു പ്രമേയം ഈ യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാസ്സാക്കിയാണ്. അമേരിക്ക എതിരായിട്ട് വോട്ട് ചെയ്തില്ല, പക്ഷെ അനുകൂലിച്ച് വോട്ട് ചെയ്തില്ല, മാറി നിന്നു, ഒന്നും ചെയ്യാതെ മാറുന്നു. അതുകൊണ്ട് മാത്രം അത് പാസ്സായി. ബാക്കി എല്ലാത്തിനും എതിരായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അമേരിക്ക ഉള്ളത്. ആരാണ് അമേരിക്ക? 30ഓളം രാജ്യങ്ങളിൽ ബോംബ് ചെയ്തിട്ടുള്ള അമേരിക്ക. ആ ഒരു ബോംബിങ്ങിലും ആക്രമണങ്ങളിലായിട്ട് 4 ലക്ഷത്തോളം വരുന്ന സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുള്ള, അതിന് കാരണക്കാരായി മാറിയിട്ടുള്ള രാജ്യമായ അമേരിക്ക പലപ്പോഴും ഇതിൽ നിന്ന് എതിരെ വോട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ UNSC പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം നിർത്തും, ഇസ്രായേൽ അവരെ പേടിയാന്നുള്ളത്. നെതന്യാഹു എന്താണ് പറഞ്ഞത്? ഹൂ കെയർസ്, ഇവനെയൊക്കെ ആര് വകവയ്ക്കുന്നു? യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലൊന്നും അല്ല എൻ്റെ അപ്പൻ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. കാരണം അവരെന്ത് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും, ലോകരാജ്യങ്ങൾ ആരിടപെട്ട് കഴിഞ്ഞാലും, യുണൈറ്റഡ് നേഷൻസോ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ വളരെ സൗഹൃദ രാജ്യമായിട്ടുള്ള ഇന്ത്യയോ അമേരിക്കയോ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ കേൾക്കൂല. ഒറ്റത്തടി ഒറ്റ ചിന്ത എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിയെ സംബന്ധിച്ചും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പ്രശ്നത്തിലാണ്. യുദ്ധം ചെയ്യുക, അവരെ തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു രാജ്യത്തിരുന്ന് പുള്ളിക്ക് ഇത് നിർത്താനും പറ്റില്ല. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടാം ഭാഗം പറയുമ്പോൾ ആ ഒരു വശം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, നമ്മൾ പലസ്തീൻ സ്വതന്ത്രമാക്കണം എന്നുള്ള വാദങ്ങളൊക്കെ അനുകൂലിക്കാം. തീർച്ചയായിട്ടും അനുകൂലിക്കേണ്ടവർക്ക് അതിനെ അനുകൂലിക്കാം. യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല അതിൻ്റെ അകത്തൊക്കെ. ഇനി ഇസ്രായേലും സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അനുകൂലിക്കാം. പക്ഷെ ഒരിക്കലും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഹമാസ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ ദയവായിട്ട് അനുകൂലിക്കാതിരിക്കുക. ഹമാസ് ആക്രമണം നടത്തിയപ്പോഴേക്കും ഇവിടെയുള്ള പ്രമുഖ മീഡിയയിലടക്കം ഹമാസ് പോരാളികൾ യുദ്ധമുഖത്തേക്ക് ഇസ്രായേലി ഡിഫൻസ് സിസ്റ്റത്തെയും മൊസാദിനെയും മറികടന്ന് ഹമാസ് പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അവരിന്ന് ഐസോൺ റഫയെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനൊരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം അവർ കൊലയ്ക്ക് കൊടുത്തവരാണ്. അല്ലാത്ത പക്ഷം ഒരു കാര്യം പറഞ്ഞോട്ടെ, വ്യക്തമായിട്ട് പറയാം, ഈ ജനങ്ങളുടെ ഒപ്പം നിന്ന് പോരാടുന്നവരാണെങ്കിൽ ഓക്കെ ആയിരുന്നു, നമുക്ക് പറയാം. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ യുദ്ധം നടത്തിയിട്ടുള്ളത്. അല്ല, അവർ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്തിലെ ഏറ്റവും വലിയൊരു തെറ്റുണ്ട്. ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ ഞങ്ങളുടെ യുദ്ധം ഹമാസിനെതിരെയാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന എല്ലാവരും കൂടെ ഗ്രൂപ്പ് കൂടിയിട്ടൊരു ഓഫീസ് ഇരിക്കുകയാണ്. അല്ല, അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അവർ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. അവിടുത്തെ തന്നെ ജനങ്ങളുടെ അകത്തും എല്ലാം ഹമാസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല. ഇവരെ മാത്രം സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്? ഓപ്പൺ ഫയർ ചെയ്യുകയാണ്, എല്ലാ ബിൽഡിങ്ങിലേക്കും ഫയർ ചെയ്യുകയാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല. ഇപ്പോൾ ഇത് നിർത്താനാണെങ്കിൽ ഹമാസ് ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കുക, പല രാജ്യങ്ങൾ ഇടപെട്ട് ചർച്ചകൾ നടത്തി പരിഹരിക്കുക, ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. യുദ്ധം എന്നുള്ള പ്രശ്നം, ബാക്കിയുള്ള ആശയപരമായിട്ടുള്ള യുദ്ധവും നിയമപരമായിട്ടുള്ള യുദ്ധവും വാക്കുതർക്കവും എന്തും നടന്നോട്ടെ, പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും ജീവൻ വെച്ച് കളിക്കരുത് രണ്ട് രാജ്യങ്ങളും. അല്ലെങ്കിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും. നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ചരിത്രവും മറ്റേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ ഒന്നും കാര്യമില്ല, നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചതാണ്. ഇനി ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ മറ്റൊരു വിചിത്രമായിട്ടുള്ള വാദം ഞാൻ പറയാൻ വിട്ടുപോയി. അത് സത്യമാണോ കള്ളമാണോ എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹമാസ് റഫേൽ നിന്നുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി ക്യാമ്പുകളുള്ള പ്രദേശത്ത് നിന്നുകൊണ്ട് 8 മിസൈൽ ഞങ്ങൾക്ക് നേരെ അയച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ റഫേ ആക്രമിച്ചത് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയില്ല അവിടെ നിന്ന് മിസൈൽ അയച്ചോ ഇല്ലയോ എന്നുള്ളത്. ഹമാസ് ഇടയ്ക്കിടയ്ക്ക് മിസൈൽ അയക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഇസ്രായേലിനെ തൊടുന്നില്ല. അവരുടെ അയൺ ഡോം സിസ്റ്റം തടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ആ തുടക്ക ദിവസത്തിലെ മാത്രമായിരുന്നു അതിന് കുറച്ച് അകത്ത് വീണിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ, ബാക്കിയുള്ളത് നിയമപരമായിട്ട് നടക്കട്ടെ. ഇവിടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും മറ്റു കാര്യങ്ങളും യുണൈറ്റഡ് നാഷൻസും യൂറോപ്യൻ യൂണിയനും അങ്ങനെ എന്തോരം സംഘടനകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇന്ത്യ അടക്കം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. പക്ഷേ മറ്റൊരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇന്ത്യ അടക്കം മുമ്പോട്ട് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. 1947 യുണൈറ്റഡ് നാഷൻസ് അഥവാ ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് 2 പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കാം, പലസ്റ്റൈനും ഇസ്രായേലും. ഈ പലസ്റ്റൈന് ആ ഒരു ഭൂമിയുടെ 56% ഉണ്ടാകും, ഇസ്രായേലിന് 42% ഉണ്ടാകും, മറ്റൊരു 2% ബാക്കിയുണ്ടല്ലോ. ഇതിൽ ജെറുസലേമും ബെത്ലഹേമും ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതൊരു ഇന്റർനാഷണൽ സിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊള്ളാം എന്നുള്ളതായിരുന്നു ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്ലാൻ. ഇസ്രായേൽ ഈ ഒരു പ്ലാൻ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അന്ന്
അവിടെ ഉണ്ടായിരുന്ന അറബ്സിന് ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ആ യുദ്ധത്തിൽ തോറ്റു. ഉള്ള സ്ഥലം കൂടെ അവർക്ക് പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അവർ വീണ്ടും യുദ്ധത്തിന് പോയി, വീണ്ടും തോറ്റു, വീണ്ടും കുറേ സ്ഥലം നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അന്നത്തെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിക്കുമായിരുന്നെങ്കിൽ 56% പ്രദേശത്തിൽ പലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ രാജ്യമുണ്ടായേനെ, 42% പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായേനെ, ബാക്കി 2% ഇൻ്റർനാഷണൽ സിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടേനെ, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ആരാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്നും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും എല്ലാം പെട്ടെന്ന് കലങ്ങിത്തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എസ് മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.